എങ്ങനെയാണ് വിസ്മയ ലാലേട്ടനെ കൺവിൻസ് ചെയ്തത്? ലാലേട്ടൻ എന്തായിരുന്നു ഇത് കേട്ടപ്പോൾ ആദ്യം തോന്നിയൊരു റിയാക്ഷൻ എന്തായിരുന്നു? ഇപ്പം എൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ പിന്നെ ഏതാണ്ട് അന്ന് പ്ലസ് ടു ഇല്ല, പ്രീ ഡിഗ്രി ആ സമയത്താണ് ഞാൻ സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ അന്ന് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഒക്കെ വലിയ പ്രയാസമുള്ള സമയമാണ്. ഒരുപാട് പേര് മദ്രാസിൽ പോയി കിടന്ന് താമസിച്ച് പലരും അങ്ങനെ സക്സസ്ഫുള്ളല്ലാതാകും, ചിലരാകും, അങ്ങനത്തെ ഒരു സമയമാണ്. അപ്പോൾ എൻ്റെ ഫാദറും എൻ്റെ മദറും പറഞ്ഞത് അവർക്കൊന്നും ഒരിക്കലും ഇത് വിശ്വാസമല്ല. സിനിമയിൽ അഭിനയിച്ച് ഇയാൾ എന്ത് ചെയ്യാനാണ് നിങ്ങൾ ചോദിച്ചാൽ അതേ ചോദ്യമാണ്. അപ്പോൾ എൻ്റെ ഫാദർ പറഞ്ഞത് കംപ്ലീറ്റ് ഡിഗ്രി, അതൊന്ന് ഒരു ജോലി വേണം, അന്നൊരു ഗവൺമെൻറ് സർവൻ്റ് ആകുക എന്നൊക്കെ പറയുന്നത്. ഞാൻ പറയുന്നത് 48 വർഷം മുമ്പുള്ള കഥയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം തന്നിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ ഡിഗ്രി മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിൻ്റെ സെറ്റിൽ വെച്ചാണ് ഞാൻ എൻ്റെ ബികോം പാസ്സായ കാര്യം അറിയുന്നത്. സോ എനിക്ക് അത്ര ഒരു ഫ്രീഡം അവർ തന്നു. അവർ പോലും എക്സ്പെക്റ്റ് ചെയ്തില്ല, ഞാനും എക്സ്പെക്റ്റ് ചെയ്തില്ല ഞാനിങ്ങനെ ഒരു ആക്ടറാകുമെന്ന്. എനിക്കങ്ങനെ ഒരു ആക്ടറാകണമെന്ന് വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അന്ന് അങ്ങനെ ഒരു ആക്ടറാകാനുള്ള ഒരു തരത്തിലുള്ള കഴിവുകളോ അല്ലെങ്കിൽ ശാരീരിക സൗന്ദര്യമോ അല്ലെങ്കിൽ സൗന്ദര്യം ഒന്നുമില്ല. നമ്മളൊരു ധൈര്യത്തിൻ്റെ മുകളിൽ പിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ എന്താണെന്നൊന്നും അറിയാതെ പോയി അഭിനയിച്ച ഒരാളാണ് ഞാൻ. അങ്ങനെയായി ഇതാ ഇപ്പം നിങ്ങളുടെ മുമ്പിലിരിക്കുന്നു. അപ്പോൾ അതേ സ്വാതന്ത്ര്യം എൻ്റെ കുട്ടികൾക്ക് ഞാൻ കൊടുത്തിരുന്നു, ഞാനും സുചിയും.